ഷിഗല്ല രോഗത്തിന്റെ ഒരു ആശങ്ക കൂടുകയാണ്. നമുക്കറിയാം വയനാട്ടിൽ 9 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിലേക്കും രോഗബാധയുണ്ടായി. കേരളത്തിൽ വളരെയധികം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷിഗല്ല. എന്താണ് ഷിഗല്ല? ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അതുണ്ടാക്കുന്ന രോഗത്തിനെയാണ് നമ്മൾ ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. ഈ ഷിഗല്ലോസിസ് എന്ന് പറയുന്നത് കൂടുതലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലുമാണ് കൂടുതലും ഇത് സ്പ്രെഡ് ആകുന്നതും ഇതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. സാധാരണയായി നമ്മുടെ ഈ ടൈഫോയിഡ്, കോളറ എന്നിവ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ലക്ഷങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാറുള്ളൂ. എന്നാൽ 10 തൊട്ട് 100 ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കടന്നാൽ മതി ഷിഗല്ലയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ. എന്തുകൊണ്ടാണ് ഇത് ടൈഫോയിഡ്, കോളറ അതുപോലെ ഷിഗല്ല വ്യത്യസ്തമായത്? ഷിഗല്ല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിന്റെ ഒപ്പം, അതായത് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ വൻകുടലിന്റെ കോശങ്ങളെ അഫക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് വയറ്റിന്ന് വയറിളക്കത്തിനൊപ്പം തന്നെ ബ്ലഡും അതുപോലെ തന്നെ മ്യൂക്കസ്, കഫമായിട്ട് കാണുന്നത്. മറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് കനത്ത പനി, വയറുവേദന, അതുപോലെ ഛർദി, ക്ഷീണം എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, പുറത്തുനിന്നുള്ള പാനീയങ്ങളും അതുപോലെ ജ്യൂസസും വാങ്ങി കഴിക്കാതിരിക്കുക, ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക, ആഹാരം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷവും കൈകൾ സോപ്പ് കൊണ്ട് കഴുകാൻ ശ്രമിക്കുക, സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ ഷിഗല്ല ബാധിച്ചവരാണെങ്കിൽ അവരുപയോഗിച്ച വസ്തുക്കൾ, പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ ടോയ്സ് ആണെങ്കിലും മതി മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ വരാൻ. ഓൾറെഡി ഷിഗല്ല വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞവരായാൽ പോലും അവരുടെ മലത്തില് ഷിഗല്ല ബാക്ടീരിയ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 1 തൊട്ട് 2 മാസം വരെ ശുചിത്വം പാലിക്കേണ്ടതാണ്.